കല്ലും പതിച്ചിരുന്നു. നഗരത്തിലെ ഏറ്റവും നല്ല കാഴ്ചയായിരുന്നു പ്രതിമ. ഒരു രാത്രിയിൽ ഒരു മുയൽ പക്ഷി നഗരമധ്യത്തിലൂടെ പറന്നു വന്നു. തണുപ്പ് കാലത്ത് അത്തരം പക്ഷി അവിടെ കാണുക അപൂർവമാണ്. തണുപ്പ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ അതിൻ്റെ കൂട്ടുകാരെല്ലാം ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ പക്ഷി മാത്രം ഇവിടെ തങ്ങി. നേരം ഇരുട്ടി, നിലാവധിച്ചിട്ടില്ല. രാത്രി കഴിഞ്ഞൊരു താവളം വേണം. നഗരമധ്യത്തിൽ അത് വട്ടം വിട്ട് പറഞ്ഞു. അപ്പോഴാണ് മുയൽ പക്ഷി സ്വർണ്ണപ്രതിമയെ കണ്ടത്. ഇത് തന്നെ പറ്റിയ താവളം. പ്രതിമയുടെ കാൽച്ചോട്ടിൽ അത് ചെന്നിരുന്നു. മയക്കം ആരംഭിക്കുമ്പോഴാണ് അതിന്റെ ശരീരത്തിൽ തുള്ളി തുള്ളിയായ വെള്ളം വന്ന് വീഴുന്നത്. പ്രതിമയുടെ കണ്ണുകളിൽ നിന്നായിരുന്നു നീർത്തുള്ളികൾ അടർന്ന് വീഴുന്നത്. സന്തോഷവാനായ രാജകുമാരൻ കരയുന്നു. അങ്ങ് ആരാണ്? മുയൽ പക്ഷി ചോദിച്ചു. ഞാൻ സന്തോഷവാനായ രാജകുമാരൻ. അങ്ങ് എന്തിനാണ് കരയുന്നത്? ജീവിച്ചിരുന്നപ്പോൾ കണ്ണുനീർ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. ജനങ്ങൾ എന്നെ സന്തോഷവാനായ രാജകുമാരൻ എന്ന് വിളിച്ചു. ഞാൻ മരിച്ചപ്പോൾ അവനെ ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ ഈ നഗരം എനിക്ക് കാണുവാൻ കഴിയും. ജനത്തിന്റെ ദുഃഖവും ദുരിതവും ഞാൻ കാണുന്നു. അതെനിക്ക് സഹായിക്കാനാവുന്നില്ല. നോക്കൂ, ദൂരെ ജീവിച്ച ചെറിയ കുടിലിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ഉറക്കം അടച്ചിന്ന് തുന്നുന്നത് കണ്ടോ? അവളുടെ കൊച്ചുമാരി കോരി കൊടുക്കാൻ അവൾക്ക് പച്ചവെള്ളം അല്ലാതെ ഒന്നുമില്ല. എന്റെ മുയൽ പക്ഷി, നീ എന്റെ വാഴയുടെ മേൽ വച്ചിട്ടുള്ള പത്മരാജക്കാരെ കൊത്തിയെടുത്ത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കും. മുയൽ പക്ഷി പത്മരാജക്കാരെ കൊത്തിയെടുത്ത് കുടിലേക്ക് പറഞ്ഞു. അത് അവിടെ വെച്ച് പ്രതിമയുടെ പാദങ്ങളുടെ ഇടയിൽ സുഖമായി ഉറങ്ങി. പിറ്റേന്ന് നില ഉദിച്ചപ്പോൾ മുയൽ പക്ഷി പ്രതിമയുടെ യാത്ര ചോദിച്ചു. എന്റെ കൂട്ടുകാർ ഞാൻ ചെല്ലുന്നതും കാത്ത് ഈജിപ്തിൽ കഴിയുന്നു. ഞാൻ പോകട്ടെ? മുയൽ പക്ഷി അതാ നഗരത്തിലെ ഒഴിഞ്ഞ കോണിലെ ഒരു കൊച്ചുമുറി ഒരു യുവാവ് ഏകനായി കഴിയുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു നാടകമെഴുത്തുകാരനാണ്. അയാൾ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. വിശപ്പും കൊടും തണുപ്പും നിമിത്തം അവരൊന്നും എഴുതാൻ പറ്റുന്നില്ല. നീ എൻ്റെ ഒരു കണ്ണിനെ ഇന്ദ്രനീലക്കല്ലിൽ കൊത്തിയെടുത്ത് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കും. കണ്ണ് ഒത്തിയെടുക്കുകയും അതിനെനിക്കാവില്ല. മുയൽ പക്ഷി കരയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പ്രതിമ വഴങ്ങിയില്ല. എന്റെ ഓമന പക്ഷിയല്ല, നീ അങ്ങനെ ചെയ്യൂ. മനസ്സോടെ മുയൽ പക്ഷി പ്രതിമയുടെ ഒരു കണ്ണ് കൊത്തിയെടുത്ത് അത് ആ ചെറുപ്പക്കാരന് കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചെത്തി അന്നും പ്രതിമയുടെ പാദങ്ങളുടെ ഇടയിൽ സുഖമായി ഉറങ്ങി. പിറ്റേന്ന് നില ഉദിച്ചപ്പോൾ മുയൽ പക്ഷി പ്രതിമയുടെ യാത്ര ചോദിച്ചു. നീ 1 ദിവസം കൂടെ എന്നോടൊപ്പം താമസിക്കില്ലേ? പ്രതിമ വീണ്ടും അപേക്ഷിച്ചു. ഇവിടെ തണുപ്പ് കൂടി വരുന്നു. ഈജിപ്തിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. മുയൽ പക്ഷി അതാ തെരുവിൽ ഒരു പെൺകുട്ടി. അവൾ തീപ്പെട്ടി വിൽപ്പനക്കാരിയാണ്. അവളുടെ തീപ്പെട്ടികൾ എല്ലാം വീണുപോയി. വെറും കൈയോടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ അച്ഛൻ അവളെ ക്രൂരമായി അടിക്കും. നീ എന്റെ മറ്റേ കണ്ണും കൂടി കൊത്തിയെടുത്ത് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കും. മുയൽ പക്ഷി പൊട്ടിക്കരഞ്ഞു. അങ്ങയുടെ ആ കണ്ണോട് കൊത്തിയെടുത്ത് അങ്ങ് അന്ധനാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പ്രതിമ യാചിച്ചു. എന്റെ പക്ഷി, നീ അതും കൂടി ചെയ്യൂ. പ്രതിമയുടെ നിർബന്ധം നിരസിക്കാൻ മുയൽ പക്ഷിക്ക് കഴിഞ്ഞില്ല. അവശേഷിച്ച് ആ കണ്ണുകൂടി മുയൽ പക്ഷി കൊത്തിയെടുത്ത് പെൺകുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചെത്തി പ്രതിമയോട് പറഞ്ഞു. അങ്ങ് അന്ധനായി തീർന്നിരിക്കുന്നു. ഇനി ഞാൻ അങ്ങ് വിട്ട് എങ്ങോട്ടും പോകത്തില്ല. എന്റെ മുയൽ പക്ഷി, നീ ഈജിപ്തിലേക്ക് പറഞ്ഞു പോകൂ. ഇവിടുത്തെ തണുപ്പ് നിനക്ക് സഹിക്കാനാവില്ല. മുയൽ പക്ഷി പോയില്ല. പിറ്റേന്ന് പകൽ മുയൽ പക്ഷി താൻ നഗരത്തിൽ കണ്ട ദുരിതങ്ങളുടെ കഥ പ്രതിമയോട് കേൾപ്പിച്ചു. നീ എന്റെ ദേഹത്ത് പറിച്ചിട്ടുള്ള സ്വർണ്ണപ്പാടുകൾ ഓരോന്നോരോന്നായി ആ മനുഷ്യർക്ക് കൊണ്ടുപോയി കൊടുക്കും. അവർ സന്തോഷിക്കട്ടെ. മുയൽ പക്ഷി അതുപോലെ ചെയ്തു. രാത്രിയിൽ പക്ഷിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യെന്നായി. ഈ തണുപ്പിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്ന് അതിന് ബോധ്യമായി. നീ ഈജിപ്തിലേക്ക് പറഞ്ഞു പോകൂ. പ്രതിമ വീണ്ടും അപേക്ഷിച്ചു. മുയൽ പക്ഷി പറഞ്ഞു. ഞാൻ ഈജിപ്തിലേക്കില്ല. തണുപ്പും ദാരിദ്ര്യവും നന്ദികേടും ഇല്ലാത്ത ഒരിടത്തേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അത് മെല്ലെ പ്രതിമയുടെ കൈകളിൽ ചുംബിച്ചു. അതിന് ചിറക് തളർന്ന് അത് പ്രതിമയുടെ പാദങ്ങളിലേക്ക് ഊർന്നു വീണു. പിന്നീട് അത് അടങ്ങിയില്ല. ദുഃഖം കൊണ്ട് പ്രതിമയുടെ ഹൃദയം പൊട്ടി. നഗരത്തിലെ ഭരണാധികാരി അതുവഴി നടന്നു പോകുമ്പോഴാണ് ഹൃദയം പൊട്ടിയ പ്രതിമയെ കണ്ടത്. ഇതിന്റെ സ്ഥാനത്ത് മറ്റൊരു നല്ല പ്രതിമ വെക്കണമെന്ന് തീരുമാനിച്ചു. സ്വർണ്ണ പ്രതിമ ഒരുക്കാൻ ചുമതലപ്പെട്ടവർ എത്ര ശ്രമിച്ചിട്ടും അതിന്റെ ഹൃദയം ഒരുക്കാൻ പറ്റിയില്ല. അവർ അതെടുത്ത് ദൂരെ
ഹൃദയം വീണത് മീൽഭക്ഷിയുടെ ജഡത്തിന് സമീപമായിരുന്നു. ആ നഗരത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. ദൂതന്മാർ എടുത്തുകൊണ്ട് വന്നത് മീൽഭക്ഷിയുടെ ജഡവും പ്രതിമയുടെ പൊട്ടിയ ഹൃദയവുമായിരുന്നു. ദൈവം അരുളി ചെയ്തു, ഈ മീൽഭക്ഷി സ്വർഗീയ ഉദ്യാനത്തിൽ എന്നെന്നും മധുരഗാനങ്ങൾ പൊഴിക്കും. സന്തോഷവാനായ രാജകുമാരൻ എൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യും. എന്നും നന്മയുള്ളവരായിരിക്കും. ദൈവം പ്രതിഫലം തരും. നന്ദി, നമസ്കാരം.